ശബരിമല തീർത്ഥാടനത്തിന് ബുക്ക് ചെയ്ത തീർത്ഥാടകരെ മാത്രമേ പുല്ലുമേട് വഴി കടത്തിവിടാൻ പാടുള്ളൂവെന്ന് ഹൈക്കോടതി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. എരുമേലിയിൽ നിന്നും കാനനപാത വഴി വരുന്നവർക്കും ബുക്കിംഗ് നിർബന്ധമാക്കി. നിലയ്ക്കലിലെ സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറിൽ പോലീസിന്റെ അനധികൃത ഇടപെടലിനെയും വിമർശിച്ചു. ഒരു കൌണ്ടറിൽ പോലീസിന് വേണ്ടപ്പെട്ടവരെ മാത്രം അനുവദിക്കുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തൊക്കെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമാണ് കോടതിയിൽ നിന്നുണ്ടായത്? ദിവ്യ, ശബരിമലയിൽ തീർത്ഥാടനത്തിനായി എത്തുന്ന ഭക്തരെ പ്രത്യേകിച്ച് എല്ലാ ഭാഗത്തു നിന്നും പുല്ലുമേട് വഴിയും നിലയ്ക്കൽ വഴിയും ഒപ്പം എരുമേലി വഴിയും വരുന്ന ഭക്തരെ ബുക്ക് ചെയ്ത ഭക്തരെ മാത്രമേ തീർത്ഥാടകരെ മാത്രമേ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കടത്തിവിടാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബുക്ക് ചെയ്ത തീർത്ഥാടകരെ മാത്രമേ പുല്ലുമേട് വഴി കടത്തിവിടാൻ പാടുള്ളൂ. മാത്രമല്ല എരുമേലിയിൽ നിന്നും കാനനപാത വഴി വരുന്നവർക്കും ഈ ബുക്കിംഗ് നിർബന്ധമാണ്. ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇത്തരത്തിൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മിക്കവാറും എല്ലാ ആഴ്ചയും ഇത്തരത്തിൽ ദേവസ്വം ബെഞ്ച് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും വയ്ക്കാറുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ബുക്കിംഗ് ഉള്ള തീർത്ഥാടകരെ മാത്രമേ കടത്തിവിടാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ നിലയ്ക്കലിലെ സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറിലെ പോലീസിന്റെ അനധികൃത ഇടപെടലിലും വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വേണ്ടപ്പെട്ടവർക്കായി മാത്രം ഒരു കൌണ്ടർ മാറ്റിവെക്കുന്ന ഒരു രീതി നിലയ്ക്കലിലുണ്ട് എന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കൌണ്ടറുകൾ ഭക്തർക്കുള്ളതാണ്, തീർത്ഥാടകർക്കുള്ളതാണ്, അത് മാറ്റിവെക്കുന്ന രീതി